ക്രിസ്തു യേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യേശുവിൻ്റെ ശരീരം ഉളവായി വന്നതും എങ്ങനെ, അതെങ്ങനെ നിലനിന്നു, ഇന്നെങ്ങനെയായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ആദിയോടന്തമുള്ള ചരിത്രം ഭാഗം നമ്മൾ വചനപ്രകാരം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് കഴിഞ്ഞ ഭാഗത്തിൻ്റെ തുടർച്ചയാണ്. അതായത് മനുഷ്യൻ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ 5 വിഭാഗിച്ച് പഠിച്ചു. 1 സാമാന്യ ഭക്ഷണം, 2 സ്വർഗീയ ഭക്ഷണം, 3 മലിനമായ ഭക്ഷണം, 4 വിഷം, 5 ശുശ്രൂഷയാൽ വിശദീകരിച്ച ഭക്ഷണം എന്നിങ്ങനെ 5 ഭാഗമായിട്ട് നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് ചിന്തിപ്പാനിടയായിത്തീർന്നു. അതിൽ നമ്മൾ ചിന്തിപ്പാനിടയായിത്തീർന്നു സാമാന്യ ഭക്ഷണം ഒരു മനുഷ്യൻ കഴിക്കുമ്പോൾ ആ മനുഷ്യനിൽ അത് എങ്ങനെ പരിണമിക്കുന്നു എന്നുള്ളതാണ്. ഭക്ഷണം വായിൽ വയ്ക്കുന്നു, അണ്ണാക്കൊണ്ട് രുചിക്കുന്നു, കുടലിൽ ചെല്ലുന്നു, പരിണമിക്കുന്നു. അത് ദുഷ്ടൻ്റേതാണെങ്കിൽ, ദുഷ്ടത വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അത് വിഷമായിത്തീരും. വിശ്വാസത്താൽ ഭക്ഷണം കഴിക്കുന്നുവെങ്കിൽ അത് വിശുദ്ധമായിത്തീരും. ക്രിസ്തുവിൻ്റെ മനസ്സെന്ന് പറയുന്ന ശേഷം ദുർമനസാക്ഷിയില്ലാതെ പൂർണ്ണമായിട്ടും ക്രിസ്തുവിൻ്റെ മനസ്സിൽ ഭക്ഷണം കഴിക്കുന്നവൻ അവൻ്റെ ശരീരം പരിശുദ്ധമായിത്തീർന്നു. അതുകൊണ്ട് വിഷമായി തീർന്ന ശരീരം നരകത്തിൽ നശിപ്പിക്കും, വിശുദ്ധമായി തീർന്ന ശരീരം സ്വർഗത്തിൽ അവകാശം പ്രാപിക്കും. പരിശുദ്ധമായി തീർന്ന യേശുവിൻ്റെ ശരീരം സ്വർഗത്തിൽ ദൈവത്തോടൊപ്പം സ്വർഗീയ സിംഹാസനത്തിൽ അവകാശം പ്രാപിക്കും. ഇതാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചിന്തിപ്പാടിയത്. ഇന്ന് നമുക്കതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ് വിഷം. എന്താണ് വിഷം? നമുക്ക് മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് കൽപ്പന കൊടുത്തതിന് ശേഷം അവരെ അയക്കുന്ന ഭാഗമാണ്. ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. പിന്നെ അവൻ അവരോട്, 16-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം, പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിലൊക്കെയും പോയി സകല സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിപ്പീൻ. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിലാകപ്പെടും. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. എൻ്റെ നാമത്തിൽ അവർ ഭൂതങ്ങളെ പുറത്താക്കും, പുതുഭാഷകളിൽ സംസാരിക്കും, സർപ്പങ്ങളെ പിടിച്ചെടുക്കും, മരണകരമായ യാതൊന്നു കുടിച്ചാലും അവർക്ക് ഹാനി വരികയില്ല, രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഈ വാക്യത്തിൽ നിന്ന് അതിന് ഉണ്ടാകുന്ന വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. രക്ഷിക്കപ്പെടുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചുള്ള കാര്യമാണ് പറഞ്ഞത്. അവൻ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ മരണകരമായത് യാതൊന്ന് കുടിച്ചാലും അവന് ഹാനി വരികയില്ല. മരണകരമായതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭക്ഷ്യവിഷബാധയെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. അതാണോ? നമ്മൾ മരണകരമായത് എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷ്യവിഷബാധ, എല്ലാ ഭക്ഷ്യവിഷബാധയും മരണത്തിലെത്തിക്കുന്നില്ല. ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ഭക്ഷ്യ വിഷബാധ വന്നു കഴിഞ്ഞാൽ അപൂർവമായിട്ട് മരണത്തിലെത്തിക്കും. അല്ലാത്തതൊക്കെയും ഒന്നുകിൽ വയറിന് എന്തെങ്കിലും കേട്, അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളായിട്ട് ആ കാര്യങ്ങൾ അങ്ങ് തീരും. എന്നാൽ ഇവിടെ വചനം പറയുമ്പോൾ ഈ വക കാര്യങ്ങൾക്ക് ഒഴിവോ അങ്ങനെയൊന്നുമില്ല. വചനമാണ്. വചനത്തിന് മാറ്റമില്ല. വചനം പറയുന്നത് മരണകരമായ യാതൊന്നു കുടിച്ചാൽ, ആ വാക്ക് ഓർത്തോളണം, മരണകരമായ യാതൊന്നു കുടിച്ചാൽ, ആ യാതൊന്നു പറയണം. മരണകരമായത് കുടിച്ചാലും എന്നല്ല, മരണകരമായ യാതൊന്നു കുടിച്ചാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വിഷം കൂടിയതെന്ന് പറഞ്ഞ വിഷമുള്ള ഒരു പദാർത്ഥം എന്ന് പറയുന്നത്, വസ്തു എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് പൊട്ടാസ്യം സയനൈഡാണ്. അതിൻ്റെ രുചി ഒരു മനുഷ്യൻ അറിയുന്നതിന് മുമ്പേ തന്നെ മരണം സംഭവിക്കുമെന്നാണ്. അത് ഈ സ്വർണത്തിൻ്റെ പണിക്ക് ഒക്കെ നടക്കുന്നവരുടെ കയ്യിൽ അങ്ങനെയുള്ളത് നമ്മൾ കാണാറുണ്ട്. ഈ കാര്യവും ഇതിൽ ഉൾപ്പെടുന്നു എന്ന് ഓർക്കണം. ഇങ്ങനെ പൊട്ടാസ്യം സയനൈഡ് പോലും നിന്റെ വായിൽ വെച്ച് കഴിഞ്ഞാൽ നിനക്കൊരു ദോഷവും ഭവിക്കുകയില്ല. ഇതെങ്ങനെ സാധിക്കും? ഇത് സാധിക്കും എങ്ങനെ? സാധാരണ ഭക്ഷണം വിഷമായി തീരുമെന്ന് നമ്മൾ യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ പഠിച്ചു. കഴിഞ്ഞ പാഠത്തിൽ നമ്മളത് വ്യക്തമായിട്ട് പഠിച്ചു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, വിഷം യാതൊരു ദോഷവും വരുത്തില്ല. അകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതുകൊണ്ട് യാതൊരു ദോഷവും വരുത്തില്ല. അത് ഭക്ഷണമായിട്ട് പരിണമിക്കും. അതിൻ്റെ വിരോധാഭാസം നോക്കണം.
ലോകം ഭയക്കുന്ന ഒരു വിഷമാണ് പൊട്ടാസ്യം സയനൈഡ്. അത് കഴിച്ചാൽ ഒരു ദോഷവും വരില്ല, അത് ശരീരത്തോട് ചേരും. ഇനി നല്ല ഭക്ഷണം എന്ന് പറഞ്ഞാൽ സാമാന്യ ഭക്ഷണമായിട്ട് ഉപജീവനത്തിന് വേണ്ടി കഴിക്കുന്ന ഭക്ഷണം വിഷമായി തീരും. ആ വാക്യത്തിൻ്റെ ആഴം നമ്മൾ മനസ്സിലാക്കണം. വിഷം മനുഷ്യന് ഉപയോഗ്യമായി തീരും, ശരീരത്തോട് ചേരും, ദോഷം വരില്ല. നല്ല ഭക്ഷണം വിഷമായി തീരും, അതിനാൽ അവൻ നശിച്ചും പോകും. ഇതെന്തുകൊണ്ട് ഇത് സംഭവിക്കും? ഇതിൻ്റെ കാരണമാണ് നമ്മൾ ചിന്തിക്കാനിടയായി തീർന്നത്. ഇവിടെ എഴുതിയിരിക്കുന്നത് വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്താണ്. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടവൻ. യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ദുഷ്ടത അവൻ്റെ വായിൽ മധുരിച്ചാലും, ദുഷ്ടത എവിടെ കുടികൊള്ളുന്നു? മനസ്സിലാണ്, ഹൃദയത്തിലാണ്. അപ്പം മനസ്സുകളാണ് ദുഷ്ടത. ഇവിടെ ഈ മനസ്സ് തന്നെയാണ് മാറി മാനസാന്തരപ്പെട്ട് കർത്താവിനെ കേട്ട്, യേശുവിൻ്റെ സുവിശേഷം കേട്ട് വിശ്വസിച്ച് അനുസരിച്ച് രക്ഷിക്കപ്പെട്ടവന് ക്രിസ്തുവിൻ്റെ മനസ്സ് കിട്ടുന്നു എന്നുള്ളതാണ്. അതായത് ഇവൻ്റെ ദുഷ്ടമനസ്സ് മാറിയതിന് ശേഷം അവന് പുതിയ മനസ്സ് ലഭിക്കും. അതെപ്പോൾ ലഭിക്കും? എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, അതുകൊണ്ട് സഹോദരന്മാരെ, യേശു തൻ്റെ ദേഹമെന്ന തിരശീലയിൽ കൂടി നമുക്ക് പ്രതിഷ്ഠിച്ച ജീവനുള്ള പുതുവഴിയായി തൻ്റെ രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള പ്രവേശനത്തിന് ധൈര്യവും ദൈവാലയത്തിന്മേൽ ഒരു മഹാപുരോഹിതനും നമുക്കുള്ളതുകൊണ്ട് നാം ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങളിൽ തളിക്കപ്പെട്ടവരും വെള്ളത്താൽ ശരീരം കഴുകപ്പെട്ടവരുമായി വിശ്വാസത്തിൻ്റെ പൂർണ്ണ നിശ്ചയം പൂണ്ട് പരമാർത്ഥതയത്തോടെ ആഴ്ത്തിയേൽക്കുക. ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ സംഭവിച്ച കാര്യമാണ്. അവൻ ദുർമനസാക്ഷി നീങ്ങുമാറ് ഹൃദയങ്ങൾ തളിക്കപ്പെട്ടവർ. മുൻപുണ്ടായിരുന്ന ശരീരത്തെ വിഷമാക്കിക്കൊണ്ടിരുന്ന, ഭക്ഷണം കഴിച്ച് ദുഷ്ടത വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ച് ശരീരത്തെ വിഷമാക്കിക്കൊണ്ടിരുന്ന ആക്കിക്കൊണ്ടിരുന്നത് ഒരു ദുർമനസ്സാണ്. അതിനെ നീക്കിയതിന് ശേഷം പുതിയ മനസാക്ഷി കർത്താവ് നമുക്ക് തരുക. എങ്ങനെ? ഹൃദയങ്ങളിൽ ഈ രക്തം തളിച്ച്. ആരുടെ രക്തം? യേശുവിൻ്റെ രക്തം തളിച്ചു. യേശു ക്രിസ്തുവിൻ്റെ രക്തം തളിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് പഴയ മനസാക്ഷി അങ്ങ് മാറി. അതായത് നമ്മുടെ ശരീരത്തെ വിഷമാക്കിക്കൊണ്ടിരുന്ന നമ്മുടെ ദുർമനസാക്ഷി അങ്ങോട്ട് മാറിയതിന് ശേഷം ക്രിസ്തുവിൻ്റെ മനസ്സ് വന്നു. ഇതാണ് 1 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 18-ാം വാക്യം എഴുതിയിരിക്കുന്നത്. 18 മുതൽ വായിക്കുമ്പോൾ, എന്നാൽ 21-ാം വാക്യം നമ്മൾ വായിക്കാം. അത് 20 മുതൽ, ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോടും നല്ല മനസ്സാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശു ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിൽ നമ്മെയും രക്ഷിക്കുന്നു. അപ്പോൾ സ്നാനപ്പെടാനായിട്ട് നമ്മളങ്ങ് പോകുമ്പോൾ നമുക്ക് കുളിക്കാൻ പോകണതല്ല, ശരീരത്തിൻ്റെ അഴുക്ക് കളയാനായിട്ടല്ല പോകുന്നത്. കർത്താവേ, ഇതിനാൽ ഞാൻ എൻ്റെ പഴയ മനുഷ്യൻ മരിക്കണം. പഴയ മനുഷ്യൻ മരിച്ച് ആ പഴയ മനുഷ്യൻ്റെ ദുർമനസാക്ഷി അങ്ങ് നീങ്ങണം. എന്നിട്ട് എനിക്കൊരു നല്ല മനസാക്ഷി തരണം. ഇതാണ് സ്നാനത്തിലേക്ക് പോകുന്നവൻ മാനസാന്തരപ്പെട്ട് കർത്താവിനെ ഏറ്റുപറഞ്ഞ് കർത്താവിൻ്റെ നാമത്തെ വിളിച്ചപേക്ഷിച്ച് സ്നാനപ്പെടുന്നവൻ്റെ അനുഭവം പറഞ്ഞു. അങ്ങനെ അതിലേക്ക് പോകുമ്പോഴേക്കും അവന് പുതിയൊരു നല്ലൊരു മനസാക്ഷിക്ക് വേണ്ടിയിട്ടാണ് പോകുന്നത്. കാരണം ഇത്രയും കാലം ഞാൻ പകയും വിദ്വേഷവും ദോഷവും അസൂയയും പിണക്കവും ക്രോധവും ശാഠ്യവും എല്ലാം വെച്ചുകൊണ്ട് ഞാൻ കഴിച്ച ഭക്ഷണം മുഴുവനും ഇന്ന് എൻ്റെ ശരീരം വിഷമായി തീർന്നിരിക്കുക. ഇന്നതല്ല. കർത്താവിൻ്റെ വചനപ്രകാരം ഞാൻ കഴിക്കുന്നത് പൊട്ടാസ്യം സയനൈഡ് ആണെങ്കിലും അത് എനിക്ക് ഹാനി വരുത്താതെ വണ്ണം ആ പൊട്ടാസ്യം സയനൈഡിൻ്റെ വിഷം ഇല്ലാതാക്കുവാൻ കഴിവുള്ള കർത്താവിൻ്റെ മനസാക്ഷി ഒരു മനസാക്ഷിയുടെ വിലയാണ്. ആ മനസാക്ഷിക്ക് വേണ്ടിയിട്ട് ആണ് കർത്താവെ ഞാൻ വരുന്നതെന്ന് കർത്താവിൻ്റെ സമർപ്പണത്തോടു കൂടി നാം സ്നാനത്തിന് പോകുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത്, കർത്താവ് തൻ്റെ പരിശുദ്ധ രക്തം ഹൃദയത്തിൽ തളിക്കും. ഈ പഴയ മനുഷ്യനെ നീക്കി ഒരു പുതു മനുഷ്യനെ തരും. അവനോട് കൂടി നമുക്കൊരു നല്ല മനസാക്ഷി, ക്രിസ്തുവിൻ്റെ മനസ്സും തരും. ഇനി ഒരിക്കലും നീ കഴിക്കുന്ന ഭക്ഷണത്താൽ
നിനക്ക് ദോഷം വരാതിരിപ്പാൻ. അവിടെയാണ് കർത്താവിൻ്റെ വചനം പറയുന്നത്, മരണകരമായത് യാതൊന്നു കുടിച്ചാലും നിനക്കൊരു ദോഷം വരില്ല, ഒരു ദോഷം വരില്ല. കാരണം ഇന്ന് നീ പണ്ട് ദുഷ്ടമനസ്സുള്ളവനല്ല, ദുർമനസാക്ഷിയുള്ളവനല്ല, പിന്നെയോ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവനാണ്, നല്ല മനസ്സാക്ഷിയുള്ളവനാണ്. അതും ചോദിച്ചുകൊണ്ടാണ് സ്നാനക്കടവിലേക്ക് കർത്താവിൻ്റെ നാമത്തിൽ ചെന്നത്. അവിടെ നിന്ന് കർത്താവ് തന്നതാണ്. ഇനി നിനക്ക് അത് ദോഷം വരുത്തില്ല. അതുമാത്രമല്ല, ഏത് ഏത് കൊടിയ വിഷം കഴിച്ചാലും നിന്നെ ദോഷപ്പെടുത്തില്ല. അപ്പോൾ ഒരു ചോദ്യം, പിന്നെ എന്തിനാ നമ്മൾ ഈ വിഗ്രഹാർപ്പിതം കഴിക്കരുതെന്ന് പറഞ്ഞ്, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വെച്ച അത് ഭക്ഷണം നമ്മൾ കഴിക്കരുതെന്ന് പറഞ്ഞാൽ എന്തിനാ കഴിച്ചാൽ? നമുക്ക് നല്ല മനസ്സാക്ഷിയുള്ളവൻ പൊട്ടാസ്യം സൈനൈഡ് കഴിച്ചു കഴിഞ്ഞാൽ ദോഷം വരില്ല എന്ന് എനിക്ക് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ വിഗ്രഹത്തിന് മുമ്പിൽ വെച്ച ഒരു ഭക്ഷണം ഞാൻ കഴിച്ചാൽ എനിക്കെന്ത് ദോഷം വരാനാ? ദോഷം വരും. ആർക്ക്? 1 കൊരിന്ത്യർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം മുതൽ വായിക്കാം. ചിലർ ഇന്ന് വരെ വിഗ്രഹപരിചയം ഹേതുവായി വിഗ്രഹാർപ്പിതം എന്ന് വെച്ച് തിന്നുന്നു. അവരുടെ മനസാക്ഷി ബലഹീനമാകിയാൽ മലിനമായിത്തീരുന്നു. എന്നാൽ ആഹാരം നമ്മെ ദൈവത്തോട് അടുപ്പിക്കുന്നില്ല. തിന്നാഞ്ഞാൽ നമുക്ക് നഷ്ടമില്ല, തിന്നാൽ ആദായവുമില്ല. അറിവുള്ളവനോട്, അറിവ് ക്രിസ്തു രക്ഷിക്കപ്പെട്ടവരോട് പറയുകയാണ്. ചിലർ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചത് അവർക്ക് കൊടുക്കുമ്പോൾ അവർ ഭവ്യതയോടുകൂടി അത് കഴിക്കും, ഭയത്തോടുകൂടി അത് മേടിച്ച് കഴിക്കും. ഇനി അത് കണ്ടു കഴിയുമ്പോഴേക്കും വിശ്വാസത്തിൽ വന്നവൻ അതിനെ എതിർക്ക്, അതിനെ ഏറ്റവും വെറുത്ത്, അതിനെ ദുഷിക്കാം. എന്താവശ്യം? ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഭക്ഷണം ഒരു മനുഷ്യനെ മലിനപ്പെടുത്തുന്നില്ല. യേശു പറഞ്ഞത് പുറമേ നിന്ന് മനുഷ്യൻ്റെ വയറ്റിലേക്ക് ചെല്ലുന്നത് മനുഷ്യനെ ദോഷപ്പെടുത്താൻ സാധിക്കില്ല. ഇങ്ങനെ പറഞ്ഞ യേശു പിന്നെ ഈ കൽപ്പന തന്നെ എന്തിനാ? വിഗ്രഹാർപ്പിതം കഴിക്കരുതെന്ന്. എന്തെന്നാൽ വിഗ്രഹാർപ്പിതം കഴിക്കുമ്പോൾ ഇത് വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വെച്ചതാണ്, ഇതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്, അല്ലെങ്കിൽ ഇതിലെന്തോ ഒരു ശക്തി ഉണ്ട് എന്ന് മനസാക്ഷി മലിനമാകുന്നു. അതോടുകൂടി തീർന്നു. ഒന്ന്. രണ്ടാമത്തത്, ഇനി അതും ഇല്ലാത്തവരുണ്ട്. എന്തെല്ലാം എന്നാലും ഇത് വെറും ഭക്ഷണം എന്ന് കരുതി ഭക്ഷിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ഇത് മറ്റ് ബലഹീന മനസ്സുള്ളവർ കണ്ടുകൊണ്ടിരിക്കുക. നമ്മൾ വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരും ധൈര്യമുള്ളവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ട് വിശ്വാസത്തിൽ ധൈര്യമില്ലാത്തവരും ബലഹീനത നോക്കിക്കൊണ്ടിരിക്കുക. കണ്ടോ, അദ്ദേഹത്തിന് വിഗ്രഹാർപ്പിതം കഴിക്കാമെങ്കിൽ പിന്നെ എനിക്കും കഴിക്കാൻ പാടില്ലേ? നാം കഴിക്കുന്നത് വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നമുക്കൊന്നും സംഭവിക്കാതിരിക്കില്ല. പക്ഷേ ഇത് കണ്ട കഴിക്കുന്നവൻ മലിനപ്പെടും, ഉത്തരവാദി നാമമായിട്ട് വരും. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്. അല്ലാതെ അതുകൊണ്ട് വിഗ്രഹാർപ്പിതം കൊണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ എന്ത് ഭക്ഷണം കഴിച്ചാലും അത് വയറിനകത്തേക്ക് ചെന്ന് കുറേ കഴിയുമ്പോൾ മറപ്പരയിട്ട് പോയി തീർന്ന്, അതോടുകൂടി നിങ്ങൾ ശുദ്ധരായി, നിങ്ങൾക്ക് അതിൽ ബാധകമൊന്നുമില്ല. പക്ഷേ ഇത് കഴിക്കുന്നത് വിഗ്രഹാർപ്പിതമാണെന്ന് മനസാക്ഷി മലിനമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ആകെ മലിനമായി, പ്രശ്നമായി. പിന്നെ ഇനി അതിനെ അതിജീവിച്ചുകൊണ്ട് ഒരു വിശ്വാസി അത് കഴിച്ചെന്ന് വെച്ചാൽ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞ് കഴിക്കാം. പക്ഷെ നോക്കിക്കൊണ്ട് നിൽക്കുന്നവനോ ബലഹീന മനസാക്ഷിയുള്ളവനാണെങ്കിൽ അവൻ ആ മലിനതയോടുകൂടി ആ ഭക്ഷണം കഴിക്കും. തെറ്റുകാരൻ ഈ വിശ്വാസിയായിട്ട് കഴിക്കും, വിശ്വാസി കണക്ക് പറയേണ്ടി വരികയും ചെയ്യും. അതുകൊണ്ടാണ് വിഗ്രഹാർപ്പിതം കഴിക്കരുത്. അല്ലാതെ ഇതുകൊണ്ടൊന്നും ഒരു മനുഷ്യനും ഒരു ദോഷവും വന്നിട്ടല്ല. അപ്പോൾ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ വിശ്വാസത്തിൽ വരുന്നതിന് മുമ്പേ എങ്ങനെ ജീവിച്ചവരാ? ദുഷ്ടമനസ്സ്, പക, വിദ്വേഷം, അസൂയ, പിണക്കം, പല തരത്തിലുള്ള ദോഷം ഹൃദയത്തിൽ കൊണ്ടു നടന്നവരാണ്. ഇത് വെച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കുമ്പോൾ അത് വായിൽ പരിണമിച്ച് കുടലിൽ വിഷമായി തീരും. ഈ വിഷമായിരുന്നു നമ്മുടെ ശരീരം. കർത്താവ് അതിൽ നിന്ന് വിടുവിച്ച് മാറ്റിയതിന് ശേഷം തൻ്റെ രക്തം ഹൃദയത്തിൽ തളിച്ച് ദുർമനസാക്ഷിയെ ദുഷ്ടമനസ്സ് നീക്കിയതിന് ശേഷം ക്രിസ്തുവിൻ്റെ മനസാക്ഷി തന്നിരിക്കുക.
കാരണം ഇനി കഴിക്കുന്ന ഒരു കാര്യവും ശരീരത്തെ വിഷമാക്കാൻ പാടില്ല. മാത്രമല്ല ഒരു കാര്യവും ശരീരത്തെ വിഷമാക്കാൻ വേണ്ടി പാടില്ല എന്ന് മാത്രമല്ല, ഇനി കഴിക്കുന്ന ഏത് വിഷമായിരുന്നാലും ശരീരം പവിത്രമായി തീരണം. അതിന് വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മെ ഈ പുതിയ നിയമത്തിലാക്കി വെച്ചിരിക്കുന്നത്. കർത്താവ് സ്വതന്ത്രം. അപ്പോൾ യേശുവിൻ്റെ ശരീരത്തിൽ അവൻ ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലും അത് അവനിൽ അത് വിഷമാകട്ടെ ഇനി നല്ലതാകട്ടെ, ഏത് തരത്തിലുള്ള ഭക്ഷണം കഴിച്ചാലും യേശുവിൻ്റെ ശരീരത്തിൽ അത് പരിശുദ്ധമായിട്ട് തന്നെ പരിണമിക്കും. യേശുവിൻ്റെ ശരീരം പരിശുദ്ധമായി തന്നെ തീരും. കാരണം അവൻ്റെ മനസാക്ഷി പരിശുദ്ധ മനസാക്ഷിയാണ്. ക്രിസ്തുവിൻ്റെ മനസ്സാണ്. പത്രോസിനത് വിശുദ്ധ മനസ്സാണ്. യൂദയുടെ ശരീരം വിഷമാണ്. കാരണം ദുർമനസ്സാണ്, ദുഷ്ടമനസ്സാണ്. ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ ഓർത്തുകൊള്ളണം, നമ്മൾ പ്രാപിക്കുന്ന ഓരോ ഭക്ഷണവും പാനീയവും നമ്മിൽ എന്തായി പരിണമിക്കുന്നു എന്ന് ചിന്തിക്കുന്നവൻ, ദൈവത്തിൻ്റെ വചനത്തെ ആധാരമാക്കി പഠിക്കുന്നവൻ ഭയപ്പെടും. ഒരു പാത്രം വെള്ളം കുടിക്കുമ്പോൾ ഭയപ്പെടും. ഏത് മനസാക്ഷി ഉണർന്നു നിൽക്കുമ്പോഴാണ് ഞാനിത് കഴിക്കുന്നത്? എന്താണ് ഏത് മനസാക്ഷി നിൽക്കുമ്പോഴാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്? നോക്കും. കാരണം ഒരിക്കലും ദൈവമേ ഇത് വിഷമായി തീരരുത്. അന്ന് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ചെന്നതാണ്. കർത്താവ് ഒരു നല്ല മനസാക്ഷി എനിക്ക് തരണമെന്ന് പറഞ്ഞ് ചെന്ന് സ്നാനപ്പെട്ട് നല്ല മനസാക്ഷി കൊണ്ട് വന്നതാണ്. ഇനി ജീവിക്കുന്നതിൽ മുഴുവനും അവൻ്റെ ശരീരം വിശുദ്ധമായി തീരുവാൻ ദൈവം അവനെക്കുറിച്ച് ആഗ്രഹിച്ച് അവനെ നിയമിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതം അപ്രകാരം ആ വിശുദ്ധ ശരീരം പ്രാപിപ്പാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കുമാറാകട്ടെ.